ഈ ആർ വി ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. കോൺഗ്രസ് വിരോധിയാണ് ആർ വി ബാബു, ഭയങ്കര കോൺഗ്രസ് വിരോധിയാണ്. കാരണം ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പരവരും താമസിക്കുകയാണ്. മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന പടത്തിന്റെ പുറകിലെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കേക്ക് സംവാദം. ഒരു സംവാദം സംഘടിപ്പിച്ചു. എന്താണ്? മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും. അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പണ്ട് ഞാൻ CPM-ന്റെ വേദിയിലും CPI-യുടെ വേദിയിലും ഇവരുടെ എല്ലാവരുടെ വേദിയിലും എല്ലാവരും പോകുമായിരുന്നു. പണ്ട് സംവാദത്തിനും സെമിനാറിനും എല്ലാവരും പോകും. അതിന്റെ പുറയിൽ അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ RSS-നെ പുകഴ്ത്തിയതാണെങ്കിൽ ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ KV തോമസ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കണ്ണൂർ സമ്മേളനത്തിലേക്ക് KV തോമസ് മാഷ് ഇവർ വിളിച്ചില്ലേ? കോൺഗ്രസ് ആയിരിക്കുമ്പോൾ അവിടെ സമ്മേളനത്തിൽ പണ്ട് പോവും. പറവൂര് EMS സാംസ്കാരിക കേന്ദ്രത്തിന്റെ പരിപാടിയിൽ CPM പണ്ട് വിളിക്കായിരുന്നു. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. പണ്ട് എല്ലാവരുടെയും വേദിയിൽ സെമിനാറും സംവാദങ്ങൾ നടക്കുമ്പോൾ പോവും. എന്താണ് മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും എന്നുള്ളൊരു വിഷയത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? സംവാദമല്ലേ? അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ RSS-ന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളല്ല. അവരൊപ്പം നിന്ന് മത്സരിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ 1-ാം നമ്പർ കാറ് മാറി വന്ന് ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ RSS-മായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ തല കുനിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലായി? തല കുനിച്ചിരുന്നു. മറുപടി പറയാനില്ലാതെ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ തൃശ്ശൂരിൽ പരമേശ്വരന്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. എന്നെ MP വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, ആ പരിപാടിക്ക് പോയത്. VS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം, തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത പുസ്തകം VD സതീശന് തൃശ്ശൂർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ല? അത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ എനിക്കത് പറഞ്ഞത് നന്നായി. ഇത് പറഞ്ഞപ്പോൾ ഒരു 12 കാര്യം പഴയത് എനിക്ക് പറയാൻ പറ്റി, ഓർമ്മിപ്പിക്കാൻ. അത് അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിച്ച് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അറിയാം. ഈ ആർ വി ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ് ആർ വി ബാബു, ഭയങ്കര കോൺഗ്രസ് വിരോധിയാണ്. കാരണം ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പരവരും താമസിക്കുകയാണ്. മനസ്സിലായി? അത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് പറയാം.